ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് തന്നെയാണ്. ഒരു ക്രിസ്മസ് ട്രീ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്താ ഇടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ USS പരീക്ഷയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഞാനതൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറേ തിരക്കുകളും പിന്നെ പഠിക്കാനും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാൻ പറ്റാതിരുന്നത്. തൊട്ട് ഞാൻ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ വീഡിയോസ് ഇടാൻ നോക്കാം. എല്ലാ ദിവസമൊന്നും പറ്റുമോ അറിയില്ല. ഇപ്പം പിന്നെ ക്രിസ്മസ് ഹോളിഡേ ആയതുകൊണ്ട് പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു A4 പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ കളറ്, ലൈറ്റ് ഗ്രീനോ ഡാർക്ക് ഗ്രീനോ ഏത് ഗ്രീനാനും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഡാർക്ക് ഗ്രീനാണ് എടുത്തത്. എന്നിട്ട് അതിനെ നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ ഒന്നിങ്ങനെ കോണിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് ഇങ്ങനെ മടക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുക. അപ്പം നമുക്കൊരു സ്ക്വയർ കിട്ടും. അപ്പം നമുക്ക് ഒരു ബോണ്ട് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മാക്സിമം സ്ക്വയറാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനും വലുതായിട്ടൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ചാർട്ട് പേപ്പറൊക്കെ എടുത്തിട്ട് അതിൽ നിന്നൊക്കെ അളവൊക്കെ എടുത്ത് സ്ക്വയർ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുക. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒരു സ്ക്വയർ കട്ട് ചെയ്തിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ മടക്കി കൊടുക്കുക. ഫസ്റ്റ് പകുതിയായിട്ട് മടക്കുക, എന്നിട്ട് പിന്നെ കോണോട് കോണായിട്ട് രണ്ട് സൈഡിൽ നിന്ന് മടക്കുക, എന്നിട്ട് പിന്നെയും പകുതിയായിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കുക. അപ്പം ഞാൻ പറയുന്നത് ക്ലിയർ മനസ്സിലാവുന്നുണ്ടാവില്ല, വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അങ്ങനെയൊക്കെ മടക്കിയതിന് ശേഷം ദേ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ പേപ്പറിനെ ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു പകുതി മടക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് മടക്കിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ മടക്കാൻ ഭയങ്കര എളുപ്പമായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ മടക്കിയതിന് ശേഷം നമ്മുടെ പേപ്പറിനെ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി മടക്കി കൊടുക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പേപ്പറിൻ്റെ രണ്ട് കോണുകളുണ്ടല്ലോ, ആ ഒരു സൈഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നായിട്ടും നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം രണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ ഒന്ന് വെച്ചിട്ട് രണ്ടും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് മടക്കുക. ഫസ്റ്റ് ഒരു ഭാഗം മടക്കുക, എന്നിട്ട് അതിൻ്റെ ആ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും ഇതേപോലെ തന്നെ ചെയ്യുക. അങ്ങനെ ആ 4 സംഭവങ്ങളും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കറക്റ്റായിട്ട് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബാക്കോട്ട് സ്കിപ്പ് ചെയ്തിട്ടൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഒന്ന് 4 സൈഡും കൂടെ മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ 4 ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് പാർട്ട് ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുന്നത് കാണാം. ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുത്ത് വെക്കാം. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ആവശ്യം വരുമായിരിക്കും. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ അടിഭാഗം നല്ല ഷേപ്പിൽ നിൽക്കണം, നല്ല ലെവലായിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ടേബിളിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നിൽക്കുക. അപ്പോൾ അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ട്രയാങ്കിൾ ഭാഗത്ത് ഇതേപോലെ കുറച്ച് കട്ടുകൾ ഇട്ട് കൊടുക്കുക. നല്ല കുറച്ച് വീതി വിട്ടിട്ട് തന്നെ ഇട്ടാൽ മതി. അങ്ങനെ ചെറിയതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2-3 കട്ട് മതി. അപ്പോൾ ഇതേപോലെ നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാവും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് 3 കട്ടുകൾ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ആ മുറിച്ചത് വഴി ഇതേപോലെ 3 ഭാഗത്തും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ചെറുതായിട്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ ഒന്ന് മടക്കി കൊടുക്കുക. ആ ഒരു ക്രിസ്മസ് ട്രീൻ്റെ ആ ഒരു ഷേപ്പൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എത്ര ഭാഗം വരെയാണ് കട്ട് ചെയ്ത് ആ ഒരു അവിടെ നിന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ ഓരോ സംഭവവും നമ്മൾ അങ്ങനെ എടുത്തിട്ട് ഫുള്ളായിട്ടും ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ മടക്കി കഴിയുമ്പം ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. നമ്മുടെ ക്രിസ്മസ് ട്രീ പോലെ തന്നെ ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇനി കുറച്ച് പണിയും കൂടെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിന് കുറച്ച് ഡെക്കറേഷനൊക്കെയാണ് വേണ്ടുന്നത്. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു റെഡ് കളർ പേപ്പറും അതേപോലെ യെല്ലോ കളർ പേപ്പറും എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ഹോൾ മേക്കറില്ലേ, നമ്മുടെ അസൈൻമെൻറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഹോളൊക്കെ ഇടുന്ന ആ ഒരു സാധനം, ആ ഒരു സംഭവം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ മുമ്പ് ഹോളാക്കിയതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കളഞ്ഞു.
എന്നിട്ട് നമ്മൾ ഈ ഒരു യെല്ലോ പേപ്പറും അതേപോലെ റെഡ് പേപ്പറിൻ്റെ മുകളിലും ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഹോൾസ് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഭാഗം നമുക്കതിൻ്റെ ഉള്ളിൽ സ്റ്റോറായിട്ട് കിട്ടും. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റൗണ്ട് ഷേപ്പിൽ ഏകദേശം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്കൊരു റൗണ്ടിൽ ചെറുതായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വേണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഒരു റെഡ് പേപ്പറിൽ നിന്നും യെല്ലോ പേപ്പറിൽ നിന്നും നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതേ നമുക്ക് അതൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പം ഇതേപോലെ അതിൻ്റെ അടിയിലുള്ള സംഭവത്തിൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത്രയൊന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ച് അങ്ങനെ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിതിങ്ങനെ ക്രാഫ്റ്റ് പഞ്ച് നമ്മുടെ റൗണ്ട് ആ ഒരു സാധനം വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ചിലതൊന്നും ഫുള്ള് റൗണ്ട് കിട്ടണം എന്നില്ല, ചിലപ്പോൾ പകുതി മുറിഞ്ഞതും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും നമുക്ക് വേണ്ട, അതൊക്കെ നമ്മളൊന്ന് കളയാണ്. ബാക്കിയുള്ള ഫുൾ റൗണ്ട് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്കിതൊക്കെ നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഒട്ടിക്കാം. ഞാനിപ്പം ഇങ്ങനെ രണ്ടും ഓരോരോ ഇതും ഇങ്ങനെ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിക്കാം. അപ്പോൾ ഞാനിവിടെ നിന്ന് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചെടുക്കാം. അതേപോലെ റെഡും യെല്ലോവും തന്നെ എടുക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറൊക്കെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ കളേഴ്സും ഒക്കെ ചൂസ് ചെയ്യാം. നമുക്ക് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഞാനിവിടെ ഇത് രണ്ടും എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. നമുക്ക് അത്ര കുറേ പേപ്പേഴ്സിൻ്റെ ഒന്നും ആവശ്യമൊന്നും വരുന്നില്ല. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.